തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 1000-ലേറെ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്റ്റേഷനറി കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. സാധാരണ വെറ്റിലപ്പാക്ക് മുതൽ ഹൻസ്, കൂൾ തുടങ്ങി പുത്തൻ പുകയില ഉൽപ്പന്നങ്ങൾ വരെ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി, തലശ്ശേരി സ്വദേശി പി സുമേഷ്, പാലയാട് സ്വദേശികളായ വേണുഗോപാൽ, ജിവിനേഷ് എന്നിവരാണ് പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇത് 2ാം തവണയാണ് പിടിയിലാവുന്നത്. ഇയാളിൽ നിന്നും 6000-ലേറെ രൂപയും കണ്ടെടുത്തതായി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ വിലങ്ങിൽ പറഞ്ഞു. കൂടിയത് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വ്യാപാരം നടത്തി വന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയാണ്. അപ്പം ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുമാതിരി താൽക്കാലികമായി കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ട് കട അടച്ചിടലുന്ന നടപടിയിലോട്ടാണ് കിടക്കുന്നത്. ഇതിൽ ഹിന്ദിക്കാരനെ ഉൾപ്പെടുത്തിയിട്ട് 3 മലയാളികൾ കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ വ്യാപാരം നടത്തുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ നിത്യ മാധവൻ, പി ടി ജോഷിമോൻ, ഡ്രൈവർ സുനിൽകുമാർ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. സ്റ്റേഷനറി കടയുടെ ലൈസൻസ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും കട താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.